പിന്തുടരുന്ന ആളാ മുഖം നോക്കിയാൽ തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താടി വളർത്തിയിട്ടില്ലേ? എന്തേ പറ്റാണ്ടായി പോയത്? അവിടുന്ന് തലപ്പാവ് ധരിച്ചിട്ടില്ലേ? എന്തേ പറ്റാണ്ടായി പോയത്? എന്നിട്ട് കാൽപ്പാട് പിന്തുടരലാണ്. ആരെ പറ്റിക്കാനാ ഇതൊക്കെ പറയുന്നത്? അത് നിങ്ങളൊന്ന് കേട്ടോളൂ, എനിക്ക് ബാക്കി ഞാൻ പറഞ്ഞുതരാം. പ്രവാചകനെ മറ്റാരേക്കാളും അധികം അവനവനേക്കാൾ അധികം സ്നേഹിക്കണമെന്നതാണ് ഇസ്ലാം മതത്തിന്റെ പ്രാഥമികമായ പാഠമാണ്. പക്ഷെ ആ സ്നേഹിക്കുക എന്ന് പറയുന്നതിനർത്ഥം പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധാനത്തിനനുസരിച്ച് ജീവിതം നയിക്കുകയും അദ്ദേഹത്തിന്റെ ദൗത്യത്തെ തലമുറകൾക്ക് പരിചയപ്പെടുത്തുകയും അതനുസരിച്ച് സ്വന്തം ജീവിതം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അല്ലാതെ ഈ പ്രവാചകന്റെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പറയുന്ന ബോഡി വേസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ആ വാക്ക് പറഞ്ഞതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം, അതിനെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടുകൊണ്ട് അത് വിശുദ്ധമാണ് എന്ന രീതിയിൽ അതെടുത്ത് സൂക്ഷിക്കുകയും അത് വെള്ളത്തിലിട്ട് കുടിക്കുകയും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ എല്ലാ രോഗങ്ങളും മാറുമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു തരം പൗരോഹിത്യത്തിന്റെ കടന്നുകയറ്റം. ഇപ്പൊ ഇസ്ലാം പ്രവാചകന് വെളിപ്പെട്ട ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പൗരോഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും ശപിക്കപ്പെട്ട ഒന്നാണ്. കേട്ടോ? അപ്പൊ ഞാൻ നേരത്തെ ബുഖാരിയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ഉമിനീര് ചേർത്ത മുഖം കഴുകിയ വെള്ളം കൊടുത്തിട്ട് കുടിച്ചോ സന്തോഷിച്ചോ എന്ന് പറഞ്ഞു. സഹാബത്തിന്റെ പതിവെന്താണെന്ന് ഞാൻ നേരത്തെ ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചു. അതൊക്കെ മൂപ്പര് ചാടിക്കടക്കല. അവിടെ ഒന്നും മൂപ്പര് നിൽക്കൂല, മൂപ്പര് ചാടിക്കടക്കല. എന്നാൽ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഫല്ലദീന ആമനൂ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ. ഒന്ന്, ആദ്യം വിശ്വാസം വേണം, അതാ ഇവർക്കില്ലാത്തത്. പിന്നെന്താ വേണ്ടത്? വഅസ്സറൂഹു, നബിയെ ബഹുമാനിക്കണം. രണ്ട്, വനസറൂഹു, നബിയെ സഹായിക്കണം. മൂന്ന്, നാലാമത് പറയുന്ന വത്തബഉന്നൂറല്ലദീ ഉൻസില മഅഹു, നബിയോടുകൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. നാല്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് നിശ്ചയം വിജയിച്ചവർ നബിയേ. അപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞാ പോരെ അള്ളാഹ്ക്ക്? അല്ല എന്തിനാ മൗലൈമാരെ അതിനു മുമ്പ് മൂന്ന് കാര്യം പറഞ്ഞത്? ഫല്ലദീന ആമനൂ ബിഹി, ഒന്നാമത് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വാസം വേണം. വഅസ്സറൂഹു, നബിയെ ബഹുമാനിക്കണം. വനസറൂഹു, നബിയെ സഹായിക്കണം. വത്തബഉന്നൂറല്ലദീ ഉൻസില മഅഹു, നബിയോടുകൂടെ ഇറക്കപ്പെട്ട പ്രകാശത്തെ, പരിശുദ്ധ ദീനിന്റെ വെളിച്ചത്തെ പിന്തുടർന്ന് ജീവിക്കണം. ഈ നാല് കാര്യമുള്ളവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് നിശ്ചയം വിജയികൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ വിജയികളെ കൂട്ടത്തിൽ പെടൂല, പോയി നരക കൊണ്ട് ചാടേണ്ടി വരും.